സനീഷ്, ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് വളർന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വി ഡി സതീശൻ അലോഷ്യസ് സേവ്യറിനെ അങ്ങനെ അങ്ങ് അവഗണിക്കുക കൂടി ചെയ്തതോടെ അലോഷ്യസ് അത് കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അലോഷ്യസിന് പിന്തുണയുമായി പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ എത്തുന്ന സ്ഥിതിയുമുണ്ടായി. അതാണ്. പക്ഷേ ഇതിപ്പം എല്ലാ ദിവസവും മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടി വരുന്നു എന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നല്ലോ എന്നൊരു ആലോചന എനിക്കുണ്ടാവുകയും അതിലെനിക്ക് വിഷമം തോന്നുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില മൂവ്മെൻറ്റുകൾ നടത്തിയ ആളാണ് വി ഡി സതീശൻ എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം അങ്ങേയറ്റം മോശമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു MLA ഏർപ്പെട്ടപ്പോൾ അയാൾക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് എടുത്തിട്ട് അതിൽ സമ്പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നിട്ട് പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്നപ്പോലും ഒരക്ഷരം പിന്നോട്ട് പോകാതെ അതിശക്തമായിട്ട് ഉറച്ചു നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയത്തെ പക്ഷേ ഒരു തരത്തിലും ബാധിക്കാത്ത വിധം അദ്ദേഹം 102 സീറ്റും വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നണിയെ വിജയിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊരു പ്രത്യേകത വി ഡി സതീശനുണ്ട്. അതുകൊണ്ട് വി ഡി സതീശനെ വല്ലാത്ത തോതിൽ വിമർശിക്കേണ്ടി വരുമ്പോൾ അത് എല്ലായ്പ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഈ അഭിപ്രായം പറയുന്ന പരിപാടിയിൽ വന്നിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നു എന്നുള്ളതിൽ എനിക്കൊരു ചെറിയ അസ്വസ്ഥതയും അഭംഗിയുണ്ട്. പക്ഷേ അദ്ദേഹം മറിച്ചൊരവസരം നൽകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇതിപ്പോൾ ഇവിടെ കൊണ്ട് തീരില്ല. അടുത്ത വിഷയത്തിൽ നമ്മൾ അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം ആ അവസരം നൽകുന്നില്ല. ഇന്നിപ്പോൾ നോക്കൂ, അധികാര പദവിയിൽ, അതായത് കേരളത്തിലെ രാഷ്ട്രീയ അധികാര പദവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഒരു സാധാരണ വിദ്യാർത്ഥി നേതാവിനെ അവഗണിച്ചിങ്ങനെ പോകുന്നു എന്നത് ഏത് രാഷ്ട്രീയം മനസ്സിലുള്ള ആളുകൾക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണല്ലേ. അദ്ദേഹം കണ്ടില്ല, ഇദ്ദേഹത്തെ കാണാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ച് സമാധാനിക്കാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയുകയുമില്ല. കാരണം അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ മുന്നിലിരിക്കുന്നുണ്ട് അലോഷ്യസ് സേവ്യർ. ഈ പരിപാടി ഒരു വലിയ പൊതുപരിപാടി അല്ലാത്തതുകൊണ്ട്, ആ കോളേജിലൊരു എല്ലാവർക്കും അറിയാവുന്നൊരു പരിപാടി ആയതുകൊണ്ട് നിശ്ചയമായിട്ടും അവിടുത്തെ നോട്ടീസിൽ, വി ഡി സതീശൻ കണ്ട നോട്ടീസിൽ അലോഷ്യസ് സേവ്യറിൻ്റെ പേരും ഉണ്ടാകും. അലോഷ്യസ് സേവ്യർ 2 ദിവസമായിട്ട് ഇങ്ങനെ ഒരു വാർത്തയിൽ നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. സ്വാഭാവികമായിട്ടും കണ്ട് ചിരിച്ച്, വർത്തമാനമൊന്നും പറയണതില്ല, ഒന്ന് കണ്ട് ചിരിച്ച് മുഖം കൊടുത്ത് പോവുക എന്നത് സാമാന്യ മര്യാദയാണ്. ഞാൻ പറയുന്നത് സാമാന്യ മര്യാദയാണ്. CMA എന്ന് വിളിച്ച് അടുത്തേക്ക് വരുന്നൊരു യുവ രാഷ്ട്രീയ പ്രവർത്തകനെ, വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരനെ ഒന്ന് ചുമലിൽ തട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ലാത്തതാണ്. വി ഡി സതീശൻ ചെയ്തില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അദ്ദേഹത്തിൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഹർഷൻ ഓർമ്മയുണ്ടാവും ഈ പറയുമ്പോൾ തന്നെ. സീതാറാം യെച്ചൂരി, പിന്നീട് CPMൻ്റെ ജനറൽ സെക്രട്ടറിയായി മാറിയ അന്തരിച്ച സീതാറാം യെച്ചൂരി JNUവിലെ വിദ്യാർത്ഥി നേതാവായിരിക്കെ അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്തിന് ശേഷമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഇന്ദിരാഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ വെച്ചിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം വായിക്കുകയാണ്. പ്രമേയമോ എന്തോ ഒന്ന് വായിക്കുകയാണ്. നിറയെ കുട്ടികളുണ്ട്, പോലീസിൻ്റെ സുരക്ഷയുണ്ട്. ഇന്ദിരാഗാന്ധി കൈകെട്ടി നിന്നിട്ട് കേൾക്കുകയാണ്. ഈ ചിത്രം നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പല സംഭവങ്ങൾ കൊണ്ട് സുപ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അതിനകത്ത് 2 പ്രധാനപ്പെട്ട, പിൽക്കാലത്ത് CPMൻ്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രാസംഗികനുമൊക്കെയായി മാറിയ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സീതാറാം യെച്ചൂരി ചെറുപ്പക്കാരനായിരിക്കുന്നൊരു ഫോട്ടോ ആണ്. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രധാനമന്ത്രി ആയിട്ടുള്ള ഒരു ഇന്ദിരാഗാന്ധി അതിനകത്തുണ്ട്. ഇതിനകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർ എന്നതിന് നമ്മുടെ പൊതുരാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭരണത്തലപ്പത്തെ ആളുകളും എത്രമാത്രം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന ഒരു രാഷ്ട്രീയ സംഗതിയെ, നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു മനോഭാവത്തെ നിശ്ചല ദൃശ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന പ്രാധാന്യം കൂടി ആ ചിത്രത്തിനുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ. കാരണം സർവപ്രതാപിയായിരുന്ന, ഉരുക്കു വനിത എന്നറിയപ്പെട്ടിരുന്ന, ലോകാരാധ്യയായിരുന്ന, ലോകത്തിലെ സകലമാന രാജ്യങ്ങളിലും ആരാധകരുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഈ വി ഡി സതീശൻ്റെ തന്നെയും പ്രധാനപ്പെട്ട നേതാവ്, പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അതും അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളല്ല, അവരെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രവർത്തകൻ്റെ മുന്നിൽ കൈകെട്ടി എന്നിട്ട് അയാൾ വായിക്കുന്ന പ്രമേയം കേൾക്കണം. അയാൾ വായിക്കുന്ന പ്രമേയം, ആ വിദ്യാർത്ഥി നേതാവ് വായിക്കുന്ന പ്രമേയം ഇവർക്കെതിരായിട്ടുള്ള പ്രമേയമാണ്. അത് കൈകെട്ടിയെന്ന് കേൾക്കുന്ന ദൃശ്യം രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായൊരു ഫോട്ടോ ആയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ, നമ്മുടെ മുഖ്യമന്ത്രി 102 സീറ്റും കൊടുത്തിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നമ്മുടെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചെറുപ്പക്കാരനായുള്ളൊരു നേതാവ്. ഞാൻ മജ്ജയും മാംസവും ഉള്ള മനുഷ്യനല്ലേ എന്നാണ് അലോഷ്യസ് സേവ്യർ ചോദിച്ചത്. അലോഷ്യസ് സേവ്യർ ആരാ ഹർഷ? അതായത് അലോഷ്യസ് സേവ്യർ ഇതിനു മുമ്പും KSUവിന് സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടായിട്ടുണ്ട്. ഈ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ KSU നേതാക്കന്മാരായിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തൊന്നും ആയ ആളല്ല അലോഷ്യസ് സേവ്യർ. അലോഷ്യസ് സേവ്യർ കോൺഗ്രസിൻ്റെ സർവപ്രതാപ കാലം കടന്നു വന്ന ഒരു കാലത്ത് KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്ന ആളാണ് അല്ലേ. ദേശീയ രാഷ്ട്രീയത്തിൽ 10-70 കൊല്ലക്കാലം രാജ്യം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന അതിപ്രതാപ ശക്തിയായിട്ട് കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ പറയുന്ന ആളുകളെല്ലാം
KSU കാലം കടന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന മുതിർന്ന നേതാക്കളെല്ലാം KSU കാലം കടന്നത് അധികാരത്തിൻ്റെ ശീതള ഛായ ഇങ്ങനെ വിരിച്ചു നിൽക്കുമ്പോഴാണ്. അലോഷ്യസ് സേവ്യർ അങ്ങനെയല്ല. ദേശീയ തലത്തിൽ പാർട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിരിക്കുമ്പോഴാണ് കേരളത്തിൽ അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നത്. കേരളത്തിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്നത് കേരളത്തിൽ 10 വർഷമായിട്ട് അധികാരമേ ഇല്ലാത്ത കോൺഗ്രസ് അധികാര പാർട്ടിയാണ്. അധികാരമുണ്ടപ്പോൾ ശക്തിപ്പെടുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ അധികാരമേ ഇല്ലാത്ത 10 വർഷക്കാലം SFIക്കാർ അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ സ്റ്റേജ് പരിപാടികളൊക്കെ നടത്തും. ഒരുപാട് പരിപാടികൾ, ഒരുപാട് സമരരീതികൾ, ഒരുപാട് സെമിനാറുകൾ. KSUവിന് അങ്ങനെയൊന്നുമില്ല. നാളെ അധികാരത്തിലേക്ക് വരുമോ എന്നറിയില്ല. 2-2.5 മാസം മുമ്പ് വരെ 3ാം സർക്കാർ പിണറായിയുടെ വന്നേക്കാമോ എന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വിജയിക്കുമെന്നും അധികാരം കിട്ടുമെന്നൊന്നും ഉറപ്പില്ലാത്ത ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആ പാർട്ടിയുടെ 100ഓളം ആണ്ട് നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായൊരു കാലത്ത് ഈ വിദ്യാർത്ഥി സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ ചോരയും വിയർപ്പും ചേർന്നിട്ടാണ് VD സതീശൻ ആ പ്രമാണിത്തമുള്ള പദവിയിലിരിക്കുന്നത്. അദ്ദേഹം അത് കാണണ്ടേ? ഇയാളെ താഴെ കണ്ടാൽ ശരിയാണ് എന്നോട്. ഇനി അദ്ദേഹത്തെ എതിർത്ത് അദ്ദേഹത്തെ VD സതീശന് അലോഷ്യസ് സേവ്യറിനെ കണ്ട് മുഖം കൊടുക്കാതെ പോകാൻ പാകത്തിന് എന്തെങ്കിലും ഈ രാഷ്ട്രീയ കേരളത്തിൽ സംഭവിച്ചോ ഹർഷ? മുഖ്യമന്ത്രി എന്ന് പറയുന്ന അധികാര പദവിയിലിരിക്കുന്ന VD സതീശനെ ഇത്രയ്ക്ക് രോഷം കൊള്ളിക്കാൻ മാത്രം എന്താ പറഞ്ഞ അലോഷ്യസ് സേവ്യർ? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. സർക്കാർ പീഡർ സംവിധാനവുമായി ബന്ധപ്പെട്ട് മറ്റു പലർക്കുള്ള അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന് പറയാതിരുന്നാലാണ് അദ്ദേഹം മോശക്കാരനാകുക. കാരണം ഇന്നലെ വരെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കെതിരായിട്ട് നിന്ന ആളുകളാണ് അവിടേക്ക് പോയിരിക്കുന്നതെന്ന മനോവിഷമം ആ സംഘടനയിലെ ആളുകൾക്കുണ്ട്. അത് പ്രകടിപ്പിക്കാനാണ് അദ്ദേഹത്തിന് അധ്യക്ഷ പദവി. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പദവി ആ സംഘടനയുടെ തോന്നലുകളെ പുറത്തേക്ക് പറയുക എന്നുള്ളതാണ്. അതൊരു നിസ്സാരമായ വിമർശനമല്ലേ? സ്വന്തം പാളയത്തിൽ നിന്ന് വരുന്നൊരു വിമർശനമല്ലേ? ഈ VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ എന്താ പറഞ്ഞ? മാധ്യമങ്ങളോടക്കം നിങ്ങൾ എന്നെ വിമർശിക്കണം എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നെ വിമർശിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളപ്പോൾ നെഹ്റുവിനെ പോലെയാണ് VD സതീശൻ എന്ന് വിചാരിച്ചു. ശങ്കറിനോട് എന്നെ സ്പെയർ ചെയ്യരുത് കേട്ടോ, എന്നെ കൂടെ വെച്ച് കാർട്ടൂൺ വരക്കണം എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെയാണല്ലോ നമ്മുടെ VD സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ ഉൾക്കുള്ളിൽ കൊണ്ടു. പക്ഷേ എന്താ ഉണ്ടായിരിക്കുന്നത്? അദ്ദേഹത്തെ വിമർശിച്ച ആവർത്തിച്ച് പറയുന്നുണ്ട് അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്ന് ആവർത്തിച്ച് പറയുകയും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ കുളിര് കൊണ്ടു. പക്ഷേ എന്താ ഉണ്ടായത്? അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പേറുന്ന ഈ ചെറുപ്പക്കാരനായുള്ള യുവ നേതാവിനെ മജ്ജയും മാംസമുള്ള മനുഷ്യനല്ലേ ഞാൻ, എനിക്ക് വേദന ഉണ്ടാകില്ലേ എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അപമാനിച്ചില്ലേ? നാളെ വന്നിട്ട് VD സതീശൻ അയ്യോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടില്ല എന്ന് പറയും. അതിസമർത്ഥമായിട്ട് മാധ്യമങ്ങളോട് മറ്റു പല വിഷയങ്ങളും പറഞ്ഞ് അദ്ദേഹം അതിലേക്ക് പോകും. പക്ഷേ ഈ ഉണ്ടായിരിക്കുന്ന ദൃശ്യം ചരിത്രത്തിൽ നിലനിൽക്കില്ലേ? അലോഷ്യസ് സേവ്യറും നാളെ ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പിന്നെ ഒരു 10 കൊല്ലം മുമ്പ് ആരെങ്കിലും വിചാരിച്ചിരുന്നു? ഇല്ലല്ലോ. അലോഷ്യസ് സേവ്യറും നമ്മളിപ്പോൾ കാണാത്ത തലങ്ങളിലേക്ക് എത്തില്ലേ? അദ്ദേഹം ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? നന്നായിട്ട് ഈ പറയുന്ന മജ്ജയും മാംസവുമുള്ള മനുഷ്യനായിട്ട് പോലും അദ്ദേഹം അവിടെ നിന്നിട്ട് വളരെ കാര്യമായിട്ട് സംസാരിച്ചില്ലേ? അദ്ദേഹത്തിന് നേതൃശേഷി കാണിച്ചു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാൻ നിർത്താം, അതിനുമുമ്പ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അലോഷ്യസ് സേവ്യർ നിങ്ങൾ ഈ സംഘടനയുടെ ഏറ്റവും മോശം കാലത്ത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ആവോളം ഇൻസൾട്ടും പരിഹാസവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സംഘടന ദുർബലമായിരുന്നു, നിങ്ങൾക്ക് സമരം നടത്താൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരും പരിഹസിച്ചിട്ടുണ്ട്, ഇവരും പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ കൂടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സർക്കാർ അവിടെ എത്തിയത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നേതൃസ്ഥാനത്ത് നിന്ന്, നിങ്ങളുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പദവിയിൽ നിന്ന് തന്നെ നിങ്ങളെ അവഗണിക്കുന്ന നിലയുണ്ടാകുന്നു. പക്ഷേ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇതൊരു ചാൻസ് ആയിട്ട് കാണണം. നിങ്ങൾ എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് കാണണം. ഇതിനപ്പുറത്തേക്കൊന്നും എന്തായാലും ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അലോഷ്യസ് സേവ്യറിന് എന്തെങ്കിലും സംഭവിക്കാനില്ല. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ നമ്മളിതെല്ലാം പറഞ്ഞതുകൊണ്ട് VD സതീശന് നാട്ടുകാരെല്ലാം കൂടെ വിമർശിക്കുന്നല്ലോ എന്ന് കണ്ടിട്ട് VD സതീശന് വീണ്ടും അലോഷ്യസ് സേവ്യറിനോട് ദേഷ്യം വരികയല്ല ചെയ്യുക. അദ്ദേഹം നാളെ വിളിച്ചിട്ട് അയ്യോ അതെനിക്ക് പറ്റിപ്പോയതാണ് കേട്ടോ, ഞാൻ കണ്ടില്ല, വേറെ തിരക്കിലായിപ്പോയി, ഞാൻ പെട്ടെന്ന് നാളോട് സംസാരിച്ചങ്ങ് പോവുകയായിരുന്നു, പെട്ടെന്ന് മറ്റു പരിപാടികളെക്കുറിച്ചുള്ള ആലോചനയായിരുന്നു എൻ്റെ മനസ്സിലെന്ന് അദ്ദേഹത്തോട് ഒരു വാക്കെങ്കിലും പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾ സഫലമാകാറില്ല. ഉദാഹരണത്തിന് ഇന്നലെ മാതൃഭൂമി അവർക്ക് പറ്റിയൊരു തെറ്റ്, VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു തെറ്റ് തിരുത്തും എന്ന പ്രതീക്ഷ ഞാനിവിടെ പറഞ്ഞപ്പോൾ അത് സഫലമായിട്ടില്ല. ആ ഒരു കാര്യമേ പറയാതെയാണ് മാതൃഭൂമി വാർത്ത. ഞാൻ വിമർശിച്ചപ്പോൾ അങ്ങനെയല്ല, പിന്തുണയ്ക്കുകയാണ് എന്നായിരുന്നു സനീഷ് പറഞ്ഞത് മാതൃഭൂമി. അതെ സത്യം, ഹർഷം തള്ളിക്കൊണ്ട് ഞാൻ മാതൃഭൂമിയെ പിന്തുണയ്ക്കുകയായത്. പക്ഷെ അത് അവ വരിയെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ പ്രകടനത്തിനനുസരിച്ച് VD സതീശനും മാതൃഭൂമിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നടക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അലോഷ്യസ് സേവ്യർ എന്തായാലും ഇതിൽ മനോവിഷമത്തിലായി പോകരുത്. പിന്നെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. നിങ്ങളുടെ വിമർശനത്തിന് അതിൻ്റെ ഫലം ഉണ്ടാകും തന്നെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ?